കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസം ദൈവത്തിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണിത്. വചനം കേൾക്കണമെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കണം. യോഹന്നാൻ 6:44, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യോഹന്നാൻ 6:65, എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാനാവില്ല. വരവായത് ഈ സുവിശേഷത്തിലേക്ക് അച്ഛൻ വന്നു. ഒരിക്കലും അത് ഞാൻ വന്നതാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ദൈവം എന്നെ തിരഞ്ഞെടുത്തു കൃപ തന്നുകൊണ്ട് മാത്രം. നമ്മുടെ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ട് ഒരിക്കലും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 1 കൊരിന്തോസ് 15:10 പറയും, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാ. ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, പോകില്ല. കൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. പീഡനങ്ങൾ വന്നാലും അപമാനം വന്നാലും ദുരന്തം വന്നാലും കൃപ കിട്ടിയവൻ്റെ കൃപ ഒരിക്കലും പോകില്ല. കൃപയാണെങ്കിൽ പോകില്ല, കൃപയല്ല എങ്കിൽ പോകും. വീണ്ടും പറയുന്നുണ്ട്, ഈ കൃപയാണ് നമ്മൾ നയിക്കുന്നത്. ആ കൃപയാണ് നമുക്ക് വേണ്ടത്. ഈശോയ്ക്ക് വേണ്ടി അന്ത്യശ്വാസം വരെ ജീവിച്ച് മരിക്കാനുള്ളൊരു കൃപ. പ്രിയപ്പെട്ട മക്കളെ, ആ കൃപ നമുക്ക് കിട്ടട്ടെ. ഈ കൃപയാണ് നമ്മളെ വിശുദ്ധീകരിച്ച് വളർത്തുന്നത്. നമ്മുടെ ബന്ധനങ്ങൾ അടിച്ച് നമ്മെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുന്നത്, സ്നേഹത്തിൽ ഐക്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു അനോയിൻറ്റിങ് കിട്ടാൻ നമുക്ക് തീവ്രമായിട്ട് ഇന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിനോട് കൂടെ തീർച്ചയായും പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നമ്മുടെ ഇവിടെ വലിയ ഡെലിവറൻസ് നടക്കുന്നു. കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നു. ഒരുപാട് തകർന്ന ജീവിതങ്ങൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകുന്നു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്ന നാളുകൾ. നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛന് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്കറിയാം വലിയ ജനം. ആദ്യ ശനിയാഴ്ച ഒരു ഒറ്റ സ്തുതിപ്പ് കഴിയുമ്പോൾ 10,000-കണക്കിന് മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന്, ജീവിതങ്ങളിൽ നിന്ന് സാത്താനും അതിൻ്റെ സൈന്യം ഇറങ്ങിപ്പോകുന്നത് കാണാറുണ്ട്. പൈശാചിക പീഡകൾ ഇറങ്ങിപ്പോകുന്നത് കാണാറുണ്ട്. രോഗശാന്തികളുണ്ടാകും. വെറുതെ ശരിക്കും കാണാൻ പറ്റും. ഒരു അത്ഭുതം ഒന്ന് വായിച്ചിട്ട് വചനത്തിലേക്ക് വരാം. ഒരു ആളുടെ ക്യാൻസർ സുഖപ്പെട്ട ചരിത്രമാണ്. എൻ്റെ പേര് സുമതി. ഒരു അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ. കുറച്ചു കാലങ്ങളായി കഠിനമായ ഉദരവേദന മൂലം ക്ലേശിക്കുകയായിരുന്നു. സ്കാനിങ്ങിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞ് എനിക്ക് വയറ്റിൽ ക്യാൻസർ ആണെന്നും രോഗം 4th സ്റ്റേജിൽ കഴിഞ്ഞുവെന്നും. ഇത് കേട്ട് ഞങ്ങളാകെ തകർന്നു പോയി. ഞങ്ങൾ തുടർന്നുള്ള ചികിത്സകൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നെങ്കിലും ക്യാൻസർ വളരെ ഗുരുതരാവസ്ഥയിലെത്തിയതിനാൽ ചികിത്സ കൊണ്ട് ഫലമുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ വിസമ്മതിച്ചു. ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ആള് മരിച്ചു പോകും, പിന്നെ വെറുതെ എന്തിനാ മരുന്ന് കൊടുക്കുന്നത്, ഡോക്ടർമാർ പറഞ്ഞു. കുടുംബാംഗങ്ങൾ നിർബന്ധം മൂലം ചികിത്സ നൽകാൻ അവർ തയ്യാറായെങ്കിലും എൻ്റെ ജീവൻ തിരികെ ലഭിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ആ നാളുകളിലാണ് ഞാൻ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാനിടയായത്. ഈശോയെ അറിയാനിടയാകുക. അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളിൽ സ്ഥിരമായി വരാറുള്ള ചില അയൽക്കാരിലൂടെയാണ് ഞാൻ ഈ അഭിഷേക ശുശ്രൂഷയെക്കുറിച്ചും അറിയാനിടയായത്. ഇന്നും ജീവിക്കുന്ന ഉത്ഥിതനായ ഈശോയുടെ സാന്നിധ്യം അനേകം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വെളിപ്പെടുന്ന ഈ വിശുദ്ധ സ്ഥലത്ത് വരുവാനും ഈശോയെ അടുത്ത് അനുഭവിക്കാനും ഞാൻ ഏറെ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് 2018 ഫെബ്രുവരി മാസത്തിൽ അച്ഛൻ മരിയൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് രോഗികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എൻ്റെ രോഗം ഈശോ എടുത്തു മാറ്റുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ആലയത്തിൽ വന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ ദൈവമഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്താം എന്ന് മരിയനിൽ മനസ്സിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ അടയാളങ്ങൾ ഉണ്ടാകുകയും ഞാൻ നിലത്ത് വീണ് ഉരുളുകയും ചെയ്തു. എൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി ഈശോ എടുത്തു മാറ്റി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്തു. അത് വിശ്വസിക്കും, വചനത്തെ വിശ്വസിക്കുന്നു. വചനം പറയുന്നു, വചനം വിശ്വസിച്ചാൽ കൃപ കിട്ടുകയാണ്. എൻ്റെ ക്യാൻസർ രോഗം ഈശോ എടുത്തു മാറ്റിയെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച്
ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഈശോ എൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിച്ചുകൊണ്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകിയ സമയമായിരുന്നു അത്. അതിനുശേഷം വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർമാരെ കണ്ടപ്പോൾ അവർ ഒരിക്കൽ കൂടി ബയോപ്സി പരിശോധന നടത്താൻ നിർദ്ദേശിച്ചു. ആ പരിശോധനയുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. മാരകമായ എൻ്റെ ക്യാൻസർ രോഗം സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ട് അവരെന്നോട് പറഞ്ഞു. അതിനുശേഷം ഇതുവരെ എനിക്ക് യാതൊരു അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല. 54 വയസ്സുള്ള ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ ജോലികളും ചെയ്യുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും വേദനകളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിച്ച് ഒരു പുതിയ ജീവിതം തന്ന സത്യം തന്നെയായ ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി. അതെ, ഞാൻ കാണാറുണ്ട് മക്കളെ, ഉത്തിതനായ ഈശോയെ ചില ആളുകൾ അനുഭവിക്കുന്നത്, ചില ആളുകൾ അനുഭവിക്കാത്തതും. എന്താണാവോ കാര്യമല്ലേ? ചിലർ അനുഭവിക്കുന്നു, അനുഭവിക്കുന്നില്ല. കാരണം പൗലോസ് പറയുന്നുണ്ട്, എഫെസോസ് ലേഖനം 2:8-9, വിശ്വാസം വഴി കൃപയാലാ നിങ്ങൾ രക്ഷപ്പെട്ടത്, നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണത്. ഇത് നേടിയെടുക്കുന്നതല്ല, ഇതൊന്നും നേടിയെടുക്കുന്നതല്ല, വിശ്വാസത്തിലൂടെ സ്വന്തമാക്കുന്നത്. ബൈബിൾ നോക്കി, ഫെയ്ത്തിലൂടെയാ ഗ്രേസ് മുഴുവൻ നേടിയെടുക്കുന്നത്. അബ്രാഹാം, 100 വയസ്സായ അബ്രാഹാം, സാറയ്ക്ക് 80 വയസ്സ്, അവർക്കൊരു പുത്രനുണ്ടായി ഇസഹാക്ക്. ആ ഇസഹാക്ക് എന്ന കുഞ്ഞ് സാറായുടെ ഉദരത്തിൽ ജനിക്കുന്നത് ഫെയ്ത്തിലൂടെയാ, ദൈവവിശ്വാസത്തിൻ്റെ ഫലം. അങ്ങനെയുണ്ട്. ഹന്നായുടെ ചരിത്രം നമുക്കറിയാം. ഹന്നായത് വന്ധ്യയായ ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കരയുമ്പോൾ വേലി എന്ന പുരോഹിതൻ വന്നിട്ട് വഴക്കുറഞ്ഞ് ഓടിക്കാൻ തുടങ്ങുമ്പോൾ പുരോഹിതനോട് പറഞ്ഞു, ഗുരുവേ, ഞാനിവിടെ മദ്യപിച്ചിട്ടൊന്നും അല്ല പള്ളി വന്നത് കേട്ടോ, ഞാൻ എൻ്റെ വിഷമം മുഴുവനും ദൈവത്തോട് പറയാം, നിനക്കെന്താ പ്രശ്നം? ഞാൻ പ്രായം കവിഞ്ഞു, വന്ധ്യ വൃദ്ധയ, എനിക്ക് കുഞ്ഞില്ല. ഏലി, ദേവാലയത്തിലിരിക്കുന്നവൻ പറഞ്ഞാൽ അത് സംഭവിക്കുവേ. ദേവാലയത്തിൽ വെറുതെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ആ ബലിപീഠത്തോടും ബലിയോടും കർത്താവിനോടും അഗാധമായ ബന്ധമുള്ളവൻ പറഞ്ഞാൽ അവിടെ സംഭവിക്കും. പറഞ്ഞു പോക്കോ, നിന്റെ കണ്ണുനീരിന് ദൈവം ഉത്തരം തരും. ആ ദിവസങ്ങൾ അവൾ വീട്ടിലേക്ക് മടങ്ങുന്നു. ആ ദിവസങ്ങളിൽ അവൾ ഗർഭിണിയാകുന്നു. അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. അവനാണ് നമുക്കറിയാം, സാമുവേൽ പ്രവാചകൻ. സാമുവേൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്ന് വിശ്വസിക്കുന്നേ. അവൾ എന്തുകൊണ്ട് പള്ളി വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? വിശ്വാസമുള്ളവർക്കറിയാം ദൈവ സാന്നിധ്യമുണ്ട് ദേവാലയത്തിൽ. വിശ്വാസിക്കത് കിട്ടുള്ളൂ, ഗ്രേസ്. ഇതുപോലെയാണ് എലിസബത്തിൻ്റെയും സഖറിയയുടെയും ചരിത്രം. സ്നാപകനുണ്ടാകുന്നത്. എലിസബത്ത് വന്ധ്യയായിരുന്നേ, വൃദ്ധയായിരുന്നേ, രണ്ടുപേരും പ്രായം കവിഞ്ഞവരാണ്. അപ്പോഴാണ് സഖറിയ വാർദ്ധക്യത്തിൽ ധൂപം എടുത്തുകൊണ്ട് ബലിപീഠത്തെങ്കിൽ പോയി ധൂപാർച്ചന നടത്തുക. അതായത് ചെറുപ്പം മുതലേ ദേവാലയം കേന്ദ്രീകരിച്ചുള്ള ജീവിതമാണ്. തൻ്റെ സമയം തനിക്ക് കിട്ടിയൊരവസരം കിട്ടുമ്പോൾ ആ സമയത്ത് ക്ഷീണവും തളർച്ചയൊക്കെ മറന്ന് ബലിപീഠത്തിൻ്റെ അടുക്കൽ പോയി ധൂപമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ധൂപർപ്പിക്കുന്നത് വെറുതെ ശൂന്യാകാശം, ദൈവത്തെ ആത്മാവിൽ ദർശിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന നടത്തുക. അപ്പോഴാ ദൈവദൂതൻ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതും അവനോട് പറഞ്ഞ്, നിനക്കൊരു പുത്രൻ ജനിക്കും. വിശ്വസിക്കുന്നു, കാത്തിരിക്കുന്നവരാ. വിശ്വാസമുള്ള, ദൈവവിശ്വാസമുള്ളവൻ അതൊരനുഗ്രഹമാണ്. അത് സംശയിക്കുന്നുണ്ട്, എങ്ങനെ സംഭവിക്കും? പേടിച്ചു പോയി, കൊള്ളാൻ പറ്റുന്നില്ല. ബുദ്ധിക്ക് അതീതമായ കാര്യം. പക്ഷെ ബുദ്ധിക്ക് അത് ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുക. അങ്ങനെ വന്ധ്യയായ വൃദ്ധയായ എലിസബത്ത് യോഹന്നാനെ ഗർഭം ധരിക്കുന്നു. വിശ്വാസം, ഫെയ്ത്ത്. പരിശുദ്ധ അമ്മ അവിടെ അതിൻ്റെ മുകളിൽ കയറിയ ദൈവാനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തലങ്ങളാണ്. ഫെയ്ത്തിന് പല ലെവലുകളുണ്ട്. 1-ാം ലെവൽ, 2, 3, 4, 10, 15 അങ്ങനെ പൊങ്ങിപ്പോയി. പരിശുദ്ധ അമ്മ അതിൻ്റെ
ഏറ്റവും മുകളിലത്തെ ലെവലെത്തിക്കുക. അമ്മയോട് പറഞ്ഞു, അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരുഷേച്ഛ കൂടാതെ മകനെ തരാൻ കഴിവുള്ള, ഒരു കുഞ്ഞിനെ തരാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. മെറ്റീരിയൽ, ഒരു വസ്തുവില്ലാതെ, ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ബുദ്ധി കൊണ്ടുള്ളൊരു പ്രോപ്പർട്ടി ഇല്ലാതെ തന്നെ ഒരു കുഞ്ഞു ജനിക്കാനുള്ള ശക്തി തരുന്നൊരു ദൈവമുണ്ടെന്നുള്ള ഫെയ്ത്ത്. ആ ഫെയ്ത്തിലുള്ളവർക്ക് ഈ അനുഗ്രഹം കിട്ടുക. അല്ലാതെ കിട്ടില്ലത്. ഫെയ്ത്താണത്. അത് തന്നെയാണ്. അത് ചിലര് കാണാൻ പറ്റും ബൈബിളിൽ. അതിൽ ഉദാഹരണമാണ് ഈ രക്തസ്രാവക്കാരിക്ക് ഫെയ്ത്തുണ്ട്. അവർക്കറിയാം ഈശോയോട് പറയാതെ തന്നെ, ആരോടും പറയാതെ തന്നെ ഈശോയുടെ വസ്ത്രത്തെ തൊട്ടാൽ മതി. അവർ ഫെയ്ത്തുണ്ട്. അത് ഗ്രേസാണത്. അവിടെയാണ് കൃപയും ഒഴുകുന്നത്. ഫെയ്ത്ത് ഈസ് ദ ബേസിസ്. ദൈവാനുഭവത്തിൻ്റെ അടിത്തറ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അതാണ് ഈശോ പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അബ്രാഹത്തിന്റെ വിശ്വാസം നിനക്കുണ്ടാകട്ടെ, അപ്പോൾ നിനക്ക് അനോന്യം കിട്ടുവേ. അതുകൊണ്ടാണ് ഇവന് ചില ക്രൈസ്തവ മക്കളൊക്കെ വരും, ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ വിശ്വാസമുള്ള ആളുകൾ ഇവിടെ ആലയത്തിൽ വന്നിട്ട് ഇങ്ങനെ എൻ്റെ മുഖത്തോടൊക്കെ നോക്കിയിട്ടൊക്കെ പോവേ. ഞങ്ങൾക്ക് എന്താണോ ഇവർ നോക്കുന്നത്? ഫെയ്ത്താ. തൊട്ടിട്ടുമാണ് ചെന്ന് തൊട്ടേച്ച ഒറ്റവാക്കുള്ളൂ. ഫെയ്ത്താണ്. അടന്നപ്പോഴേ ഗ്രേസ് പ്രവർത്തിക്കും, ആത്മാവൊഴുകും, അഭിഷേകം ഒഴുകും. ഈ ഫെയ്ത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിയണം, ഡെലിവറൻസ് കിട്ടണം. അവിടെയാണ് അശുദ്ധമായത്. മനസ്സിന് കുറേ അവിശ്വാസത്തിൻ്റെ മ്ലേച്ഛതകൾ എടുത്തു കളയണം. 1 Corinthians 3:18-19 പറയും, ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ പോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്താണ്. ശരിയല്ലേ? അബ്രാഹത്തിന്റെ സംഭവം വെച്ച് പറഞ്ഞേ, ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്തല്ലേ? ദൈവം ചിരിക്കും. ചില ആളുകളുടെ സെമിനാറുകളും ക്ലാസ്സുകളും ഈ സൈക്കോളജിയും ചില ഫിലോസഫിയും കേൾക്കുമ്പോൾ ദൈവം ചിരിക്കുമായിരിക്കും. ഇതിനപ്പുറത്തേക്കൊന്നും പോകില്ല. എന്താണ് കൺക്ലൂഷൻ? ദിസ് ഈസ് സോ ആൻഡ് സോ, ദിസ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ് ഹാപ്പനിങ്. അപ്പോൾ ദൈവം ചിരിക്കുവരെ നോക്കി. കാരണം ഒന്നും അറിയത്തില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ട് പാവത്തിന് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകാശകിരണം പോലും കിട്ടുന്നില്ല. അവിടെ ആരെങ്കിലും ഈ ലോകത്തില് ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ഭോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്താണ്. പ്രിയപ്പെട്ട മക്കളെ, എടുത്തു കളയാൻ നമ്മുടെ ബന്ധനായിട്ട് അവിശ്വാസത്തിൻ്റെ കെട്ടിട അന്ധകര യുക്തിചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് എടുത്ത് കളയണം. 2 Corinthians 4:4 പറയുന്ന പോലെ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അവിടെ ചില ക്ലാസ്സുകളൊക്കെ സൂക്ഷിച്ചു വേണം. അവിശ്വാസത്തിൻ്റെ വേര് പിടിച്ച് അങ്ങനെയാകാം, ഇങ്ങനെ ഉണ്ടാകാം, ഇങ്ങനെ ഉണ്ടാകില്ല, ഇങ്ങനെ ഉണ്ടാകില്ല. നല്ല രസമാണ് കേൾക്കുമ്പോൾ. ഒരു പ്രത്യേക ടോണാണ്, നല്ല യുക്തി. അവർ പറയുക, നമ്മൾ ക്ലാസ്സുകൾ പറയുമ്പോൾ അവസാനം പള്ളിയിലോട്ട് പോകാൻ തോന്നില്ല, ചില ധ്യാനത്തിന് പോകാൻ തോന്നില്ല, ധ്യാനകേന്ദ്രത്തിൽ പോകാൻ. നല്ല ക്ലാസ്സുകൾ നല്ല ഡീസൻ്റായിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്, നല്ല യുക്തിയാണ്. അവർക്ക് അബ്രാഹത്തിൻ്റെ വിശ്വാസമില്ലാത്ത നല്ല ബൈബിൾ പഠിച്ചവരുണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസം, പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൻ്റെ ഒരു പൊടി പോലും ഇല്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. എന്നിട്ട് യുക്തി ഉപയോഗിക്ക് എടുത്തു കളയണത്. അത് അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന പ്രബോധനം.
പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ദാറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടട്ടെ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവദൂതൻ പറഞ്ഞതാണത്. ലൂക്കാ 1:37 ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ദേ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വന്ധ്യയെന്ന് പറഞ്ഞ അവളിതേ ഗർഭം ധരിച്ചിരിക്കുന്നു യോഹന്നാനെ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൾ ഉടനെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നിറവേറട്ടെ. ഞാൻ ചിലപ്പോൾ ശുശ്രൂഷ നടത്തുമ്പോൾ ഓർക്കാറുണ്ട്, നമ്മളൊന്നും അല്ല മക്കളെ, നമ്മുടെ ചിന്ത പോലും ഒന്നുമല്ല. നമ്മൾ ഒത്തിരി ബിലോ ആവറേജാ. ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്കെന്ത് യോഗ്യത? ആ ദൈവം പ്രവർത്തിക്കാൻ ഇതിങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. എല്ലാവരും കൂടെ ഇത് വേറൊന്നും എന്തോ പറയുക. ഞാൻ എൻ്റെ ജീവിതം നേരിട്ട് കണ്ടിട്ടുണ്ട് ഈശോ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ഫെയ്ത്ത്, ഡീപ് ഫെയ്ത്ത്. വിശ്വാസം കിട്ടാൻ പ്രാർത്ഥിക്കണം. വിശ്വാസം കിട്ടാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ ഈശോയോട് ചുറ്റും കൂടിയിട്ട് ഒരൊറ്റ പ്രാർത്ഥനയെ ചോദിച്ചുള്ളൂ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇൻക്രീസ് അവർ ഫെയ്ത്ത് ഓ ലോർഡ്, ഇൻക്രീസ് മൈ ഫെയ്ത്ത്. തോമാസ് ലീഹ ഈശോയോട് ചങ്കിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഉത്തിതനെ കണ്ടു വിശ്വസിച്ചു. ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ ഈശോ പറഞ്ഞു, തോമാ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ നീ വിശ്വസിക്കണം. നീ എന്നെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കണം. ഞാൻ കർത്താവാണെന്ന് വിശ്വസിക്കണം. ഉദ്ധിതനാണെന്ന് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ വചനം മുഴുവൻ വിശ്വസിക്കണം. സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കണം. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക, ഭവനം ഒരുക്കാൻ പോവുക, ഒരിക്കലും വരും. വിശ്വസിക്കണം. നിത്യജീവിതം വിശ്വസിക്കണം. നിത്യനരകം വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ മുഴുവൻ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. എന്നിൽ ഇടർച്ചയില്ലാത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ സംശയിക്കാത്തതാ. അതൊരു വരം തന്നെയാ. അത് ഗ്രേസ് തന്നെയാ. അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവിശ്വാസത്തിൻ്റെ വേര് വളർന്ന് പൈശാചികത്തിൽ ലോകത്തെ പ്രബോധനങ്ങളും എല്ലാം കൂടെ കയറി പിടിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ ഈശോനെ ഞാൻ നോക്കിയ പണ്ട് ഞാൻ ഈ വാട്സപ്പ് രൂപതയുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കുക, അത്യാവശ്യം ഉപയോഗിക്കുക. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് വിളിച്ചാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക. രൂപതയുടെ കാര്യങ്ങൾ അറിയാൻ വേറെ നേരിട്ട് ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോട് കണ്ടുപിടിച്ചു. കാരണം ഞാൻ നോക്കി മറ്റു ചില പ്രബോധനങ്ങളൊക്കെ ഇതിനകത്ത് ലോകത്തിൻ്റെ ഇതെല്ലാം കയറി വരെ അതെല്ലാം വിശ്വാസമില്ലാത്തവൻ നല്ല 1-ാം തരം ക്ലാസ് കൊടുക്കുന്നു. അപ്പം അത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുവോടുള്ള ഒരു നിർമ്മലമായൊരു ബന്ധം മുറിച്ചു കളയത്. അതുകൊണ്ട് പല കൂട്ടുകെട്ടുകളും പുറത്താക്കി ഗെറ്റ് ഔട്ട് അടിക്കണം. ഗെറ്റ് ഔട്ട് അടിച്ചാൽ നിനക്ക് നിന്റെ വിശ്വാസം സംരക്ഷിക്കാം. വിശ്വാസം സംരക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അബ്രാഹാം വിശ്വാസം സംരക്ഷിച്ചപ്പോൾ അവൻ ദൈവത്തെ മുഖാഭിമുഖം കണ്ടു. മോശ വിശ്വാസം സംരക്ഷിച്ചപ്പോൾ ദൈവത്തെ മുഖാഭിമുഖം കണ്ടു. പരിശുദ്ധ അമ്മ തൻ്റെ നിശബ്ദതയിലൂടെ വിശ്വാസം സംരക്ഷിച്ചപ്പോൾ അവൾ ദൈവത്തെ നേരെ കണ്ടു. സക്കറിയ ദൈവത്തെ മുഖാഭിമുഖം കണ്ടു. രക്തസ്രാവക്കാരി ദൈവത്തിൻ്റെ ശക്തി മുഖാഭിമുഖം കണ്ടു. കുഷ്ഠരോഗി അവൻ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവൻ തിരിച്ചറിഞ്ഞു. അറിഞ്ഞതെല്ലാം വിശ്വസിച്ചവരാ. ആൾപ്പെരുപ്പുണ്ട്. ഈശോ വചനം കൊടുക്കുമ്പോൾ ഭയങ്കര ജനപ്പെരുപ്പമുണ്ട്. എല്ലാവരും വലിയ കാഴ്ചക്കാരായിട്ടും അടയാളം അത്ഭുതമൊക്കെ ചിലപ്പോൾ ഞാനൊക്കെ ഓർക്കാറുണ്ട്. ഞാനിപ്പോൾ അടയാളം അത്ഭുതമൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി ഓളം കൂടും. ഭയങ്കര ഡൊമിനിക്കച്ച ഓട്ട് ഈ കാഴ്ചക്കാരുണ്ട്. ഒന്നും കാര്യമൊന്നുമില്ല. അത് അനുഭവിക്കുന്നതാര്? അതെന്ത് ചെയ്യണം വെച്ചോ, ഉള്ളൊന്നും കൂടെ കഴുകണം. അവിശ്വാസത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ബുദ്ധിയുടെ അന്ധകാരത്തെ നീ ഗെറ്റൗട്ടടിക്കണം. പരിശുദ്ധാത്മാവ് നിന്നെ നിറയട്ടെ എന്ന് ഓർത്തണം. ഈ വചനം മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 11:25, 26, 27.
പിതാവേ, നീ ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടും. ശിശുക്കൾ വിശ്വസിക്കുന്നവരാ. Children always believe. They are children of faith. You should be a child of like a child of faith. വിശ്വാസമുള്ള കുഞ്ഞെ. പപ്പ പറയാ, മോനെ അതല്ലേ. സൂര്യനെ നോക്കി പപ്പ പറഞ്ഞു, ആ ചന്ദ്രനാ. അവിടെ ചന്ദ്രനല്ലേ. ചന്ദ്രനൊക്കെ സൂര്യനാ. അപ്പോൾ അത് പറഞ്ഞു ചന്ദ്രനാ. കണ്ണും ദൈവവചനത്തെ സംശയിക്കില്ല. പറയുന്നവൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യരുത്. കുരിശിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച എൻ്റെ യേശുവിനെ ഞാൻ ചോദ്യം ചെയ്യരുത്. അവനെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ച് ആരാധിക്കണം, സ്നേഹിക്കണം. ഫെയ്ത്ത് ഈസ് വെരി നെസസറി. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിഷേകം ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിരുസഭയിൽ ജീവനോടെ വാഴുന്ന ഉദ്ധിതനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദിവ്യകാര്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ മകൻ്റെയും മകളുടെയും കുടുംബത്തിലും ജീവിതത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര അരൂപികളോടുമായിട്ട് കൽപ്പിക്കുകയാണ്. ഈ സ്ഥലത്തുള്ള മുഴുവൻ ദൈവമക്കളിലും രഹസ്യമായോ പരസ്യമായോ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ രൂപികളോട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കത്തിക്കുന്നു. ബന്ധുശേഷുവിനെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കള്, നിരാശയുടെ ആത്മാക്കള്, കുറ്റബോധത്തിന്റെ ആത്മാക്കള്, മാനസിക രോഗങ്ങളുടെ ബന്ധനങ്ങള്, പൈശാചിക രോഗബന്ധനങ്ങൾ, ഭയത്തിന്റെ ബന്ധനങ്ങള്, അസ്വസ്ഥതകളുടെ ബന്ധനങ്ങളാൽ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിൽ കുടുംബങ്ങളുണ്ടോ ആ മക്കളുള്ള ഈ അന്ധകാര ശക്തികളെ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില്. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാലം നോട്ടം, പൈശാചിക ശക്തിയിൽ ആരാധിക്കുന്ന മക്കള്, വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്ന മക്കള്, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സാത്താന്റെ ആരാധന കേന്ദ്രങ്ങളിൽ പോകുന്ന മക്കളും ആരെല്ലാം ഉണ്ടോ അവനിലും അവളിലും കുടുംബത്തിലും രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നു ആ പുരാതന സർപ്പത്തെ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. ബന്ധുശേഷുവിന് കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധം, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികളോ, ദുഷ്ടപിശാചുക്കൾ ഈ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലോ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവനിലും അവളിലുമുള്ള ദുഷ്ടാരൂപികളെ, പൈശാചിക ആത്മാക്കളെ ഉദ്ധിതനായ യേശുനാമത്തിൽ മർക്കോസ് 9:24-25 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, എസ് 22:28 വചനം കൊണ്ട്, എഫെസ്യർ 6:17 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധുശേഷുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് നിലയ്ക്കാതെ സ്തുതിക്കട്ടെ, ആനന്ദിച്ച് സ്തുതിക്കട്ടെ, ആഹ്ലാദം സ്തുതിക്കുന്നു, ഭാഷാപരം സ്തുതിക്കട്ടെ, പ്രവചനപരത്തിൽ സ്തുതിക്കട്ടെ, ജ്ഞാനത്തിൽ സ്തുതിക്കട്ടെ, ആത്മാവിൽ സ്തുതിക്കട്ടെ, അരൂപിയിൽ നിറഞ്ഞ് ഈശോയെ സ്തുതിച്ച് കെട്ടഴിയുന്നു. Jesus, power, Jesus, 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 Jesus.